അപ്പച്ച ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. നിരപ്പേൽ മത്തായിയുടെ മോനാണെന്ന് പറയുന്നത് തന്നെ ഒരു ഇമേജ് അല്ലേ? ആ ഒരു കുറവേ പാപ്പിച്ചായനുള്ളൂ. എന്താ? ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. എല്ലാ ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. സുന്ദരമായ ഈ ഇത്തിരിക്കണ്ടത്തിന്റെ മണിമുത്തുകൾ നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും. ഇവരുടെ സുദീർഘമായ സഹന ജീവിത സമരത്തിന്റെ വിജയഗാഥയാണ് ഇത്തിരിക്കണ്ടം കേബിൾ വിഷന്റെ നേരും നെറിയും എന്ന തത്സമയ പരിപാടിയിൽ നിങ്ങൾക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. വിധിയെ ഒന്നൊന്നായി അതിജീവിച്ച് ഇവർ വിജയത്തിന്റെ പടവുകൾ നടന്നു കയറി. കുപ്പിയും പാട്ടയും പെറുക്കി വിറ്റ് വളരെ സാധാരണ നിലയിൽ ജീവിതം തുടങ്ങിയതാണ് ഈ അപ്പനും മകനും. കുപ്പിയും പാട്ടയും പെറുക്കി തന്നെയാ ജീവിതം തുടങ്ങിയത്. അത് പറയാൻ നാണക്കേടില്ല. കാരണം വന്ന വഴി മറക്കുന്നവരല്ല നിരപ്പേക്കാര്. നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും പിന്നിട്ട വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ഓ, കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടി നടന്നു വന്ന രണ്ട് പുണ്യാളന്മാര്. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. പാപ്പിക്കായന് അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ് നശിപ്പിച്ചനെ. ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ ഒരു 50 കൂടി താ പാപ്പിക്കായ. അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നിരപ്പേറ്റണ്ടികള്, പന്നികള്. മോനെ, എനിക്ക് ഇവരെ പറ്റി കുറച്ച് ഇത്തിരിക്കണ്ടത്തെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് എന്തും വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവക്കാരാണ് ഈ അപ്പനും മകനും. നൈറ്റ് ഇട്ട പിന്നെ എന്തിനു ജാനും മേൽമുണ്ട്. ഈ നാടിന്റെ കണ്ണിലുണ്ട് നമുക്ക് പ്രിയപ്പെട്ടത് എല്ലാവരുടെയും പാപ്പിച്ചായ. അമ്മച്ചിക്ക് ഈ നേരം കൊണ്ട് ആ ബൈബിൾ അങ്ങനെ എടുത്തു വെച്ച് വായിച്ചൂടെ? കുഞ്ഞുനാള് മുതല് അപ്പച്ചനാണ് എന്നെ സ്നേഹം, സത്യസന്ധത, ആത്മാർത്ഥത എല്ലാം പഠിപ്പിച്ചത്. അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്ത് വിനയുള്ള 2 ആളുകളേ ഉള്ളൂന്ന്. ഒന്നാമത്തത് മദർ തെരേസ, രണ്ടാമത്തത് ആരാന്ന് പറയാൻ എന്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല. അയ്യോ, കറണ്ട് പോയി. നന്നായി. നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും വൃത്തിയട്ടന്മാര്.